ഞാനിപ്പോൾ നമ്മുടെ സുഹൃത്തായ ചന്ദ്രൻ മാസ്റ്റർ വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹം ഒരു ജൈവ കർഷകനാണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം ഫുൾ ടൈം കൃഷിയിൽ വ്യാപൃതനായിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അവിടെ ഈ വിഷുവിന് കണി വയ്ക്കാനുള്ള കണിവെള്ളരി മറ്റ് പച്ചക്കറികൾ എല്ലാം ഫ്രഷ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. എല്ലാം ഓർഗാനിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്താണ് പച്ചക്കറികൾ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. വളരെ ഓർഗാനിക്കായിട്ടുള്ള ശുദ്ധമായ പച്ചക്കറികൾ നിങ്ങൾക്ക് ഈ വിഷുവിന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. മാഷ്ക്ക് എന്താ പറയാനുള്ളത്? ഇതൊന്നുമില്ല, നല്ല ഭക്ഷണമാണ്. ശരിക്കും ഇത്ര നല്ല ഭക്ഷണ ചിന്തകൾ ഉണ്ടാവുക അത് തന്നെയാണ് ആരോഗ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ വഴി. വേറെ നമ്മൾ മോശമായ ആഹാരം കഴിച്ചിട്ട് ആരോഗ്യം ഉണ്ടാവണം എന്ന് പറയുന്നത് ഒരിക്കലും പ്രകൃതിയിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ സമ്പന്നമാണെങ്കിൽ ആരോഗ്യപരമായ ജീവിതം, ഭക്ഷണം, അതിനെക്കുറിച്ചുള്ള ഭക്ഷണബോധം ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ കണിവെള്ളരിയും അതുപോലെ ഈ കാലത്ത് മനസ്സിലായില്ലേ, മേട വിഷുവിൻ്റെ സമയത്ത് ഇത്തരം ഈ തലയ്ക്ക് മീത് സൂര്യൻ കത്തുന്ന കാലത്ത് ഇത്തരം നമ്മുടെ ഇത്തരം മലക്കറികളും ഈ പഴങ്ങളും ചക്കയും മാങ്ങയും വെള്ളരിയും ഉൾപ്പെടെ വെള്ളരി നാടകം വരെ നമ്മുടെ സാംസ്കാരിക ബോധം പോലെ ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായി. അപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്ത് അതൊക്കെ വിട്ടു, മാർക്കറ്റായി, ഒപ്പം ആശുപത്രി. എന്തായാലും മാഷ്ക്കും ടീച്ചർക്കും ഒരു നല്ല വിഷു ആശംസിക്കുന്നു.